5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണിത്. ഒത്തിരി പൂവേ കുരുന്നു പൂവേ, മയം നോക്കി തിന്നേലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിലൊരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മയക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇതിൽ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. ഒന്നാമത് മഴ പെയ്യുന്നു, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഏതാണ്? പിന്നെ ഏതാണ്? ഈ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? മഴ പെയ്യുന്നത് പക്ഷിയെ കാണാൻ നല്ല ചന്തമുണ്ട്. നീലാകാശം, മഴവെള്ളം മണ്ണിൽ മറയുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും, എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങളൊരു മണ്ണായി സങ്കല്പിച്ചിട്ട് നിങ്ങൾ എഴുതിക്കോളും. കവിത വായിക്കാം. മണ്ണിൻ്റെ കിനാവുകൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തിടുത്തുലാളിച്ചത് ചന്തമാകെ പടർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ, രാത്രിപ്പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചിന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടു തൂമയേറിടും വാടാമലരുകൾ, പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മേഘകളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിൽ മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. പി മധുസൂദനൻ നായരുടെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത നല്ല ഭംഗിയുണ്ട് അല്ലേ? പാടി നോക്കാനും കേൾക്കാനൊക്കെ നിങ്ങൾ കൂട്ടായിട്ട് പാടി നോക്കിയിട്ട് നല്ലൊരു ഈണം കണ്ടെത്തും. ഭൂമി പാടുന്ന ശീലകളാണിതല്ലേ മണ്ണിൻ്റെ കിനാവുകൾ എന്നുള്ള കവിത. ഈണത്തിൽ താളത്തിൽ ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ഇത് ചെയ്ത് നോക്കണം. പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. അപ്പം എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ അത്ര ഭംഗിയായിട്ടില്ല കേട്ടോ എഴുത്തുവാന്നും. പക്ഷേ നിങ്ങൾ നല്ല ഭംഗിയിൽ വരക്കണം. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ വരച്ചതാണ്. നിങ്ങൾ സൂപ്പറായിട്ട് വരക്കണം കേട്ടോ. എൻ്റെ ടീച്ചർ കാണിച്ചു കൊടുക്കണം. നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറും. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇത് ചെയ്ത് നോക്കണം. ഓർത്തു ചെല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെക്കുറിച്ചാണ്? ഓരോ പൂവിനെക്കുറിച്ച് പറഞ്ഞ വരികൾ ഓർത്തു ചെല്ലൂ. കവിതയിൽ ആദ്യം ഏത് പൂവിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത്? നമുക്ക് കണ്ടുപിടിക്കാം. മുക്കുറ്റികളെ കുറിച്ചാണ് അല്ലേ?
പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികളെ കുറിച്ചാണ് ആദ്യം തന്നെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ പൂവിനെക്കുറിച്ച് പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. ഏതൊക്കെയാണ്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ സ്വന്തമാകെ പടർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വീരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായി പൊച്ചേറ്റി നിൽക്കും പനിനീർമലരുകൾ, രാത്രിപ്പെട്ട കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടും തൂമയേറിടും വാടാമലരുകൾ. ഏതൊക്കെയാ പറഞ്ഞത്? മുക്കുറ്റികൾ പറഞ്ഞിട്ടുണ്ട്, തുമ്പകൾ പറഞ്ഞിട്ടുണ്ട്, ജമന്തികൾ പറഞ്ഞിട്ടുണ്ട്, കോളാമ്പികൾ പറഞ്ഞിട്ടുണ്ട്, പന്നീർ മലരുകൾ പറഞ്ഞിട്ടുണ്ട്, കുരുക്കുത്തി മുല്ലകൾ പറഞ്ഞിട്ടുണ്ട്, ചെന്താരുകൾ പറഞ്ഞിട്ടുണ്ട്, വാടാമലരുകളും പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണായി? 8 എണ്ണായി അല്ലേ? 8 എണ്ണ ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. 8 പൂക്കളുടെ പേര്. പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് പൂക്കളെക്കുറിച്ച് കവിതയിൽ പറയുന്നത്? പൊതുവായി പറയുന്ന കാര്യങ്ങൾ. ഭൂമിയിൽ ഒട്ടേറെ പൂക്കളുണ്ട്. ഈ പൂക്കളെയെല്ലാം ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. എല്ലാ സമയവും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീലയാകാശം തെളിഞ്ഞു കാണാമെന്ന് കവി പറയുന്നു. ഈ പൂക്കളെല്ലാം തന്നെ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ രാത്രിയിലെയോ ഇരുട്ടിനെയോ അവർക്ക് ഭയമില്ല. അതല്ലേ പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്നത്. അത് പൂക്കളും നമ്മളും. നീലവാനം മീകളിലുള്ളവർ, നീർക്കളങ്ങളാൽ മാല ചാർത്തുന്നവർ, ഇത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികൾ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം എല്ലാവരും ഇത് ചെയ്യണം. ആസ്വാദനക്കുറിപ്പിലേക്ക്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. അതാണ് മനോപടം അതല്ലേ. ഇത് പൂർത്തിയാക്കിയിട്ട് എല്ലാവരും ആസ്വാദനക്കുറിപ്പ് എഴുതിക്കോളൂ. അങ്ങനെ പൂർത്തിയാക്കേണ്ടത് കാണിച്ചു തരാം. കവിയെക്കുറിച്ച് എന്തെല്ലാം ഉണ്ട്? നമുക്ക് പ്രാചീന കവിത്വം. പ്രശസ്ത കവി മധുസൂദനൻ നായരുടെ മനോഹരമായ കവിതയാണിത്. മധുസൂദനൻ നായരല്ലേ കവിത എഴുതിയത്? അപ്പോൾ കവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതുക. പിന്നെ കവിതയുടെ പേരെന്താണ്? ഭൂമി പാടുന്ന ശീലകൾ. അപ്പോൾ ഭൂമി പാടുന്ന ശീലകൾ ഇവിടെ എഴുതുക. ശീലകൾ ബാക്കിയെല്ലാം എഴുതണോ? ഞാൻ വായിച്ചു തരാം. ഇങ്ങനെ എഴുതണ്ട്. പ്രശസ്ത കവി മധുസൂദനൻ നായരുടെ മനോഹരമായ കവിതയാണിത്. പി. മധുസൂദനൻ തിരുവനന്തപുരത്തെ സ്കൂൾ അധ്യാപകനുമായിരുന്നു. മണ്ണിൻ്റെ കിനാവുകൾ എന്നർത്ഥമാക്കുന്നത് മണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്നാണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വരി രാത്രിപ്പറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ഇഷ്ടപ്പെടാൻ കാരണം ഇതിൽ മുല്ലകളുടെയും കൃഷ്ണകിരീടത്തിൻ്റെയും ഭംഗി വിവരിക്കുന്നു. അർത്ഥമുള്ളൊരു വരിയും കൂടിയാണ്. ഈ വരി പാടുമ്പോൾ ഇതിൻ്റെ ആശയം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അങ്ങനെ എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം.
ചെന്താരികൾ എന്നാണ് കൃഷ്ണകിരീടമാണ് കേട്ടോ. കൃഷ്ണകിരീടത്തെയാണ് ചെന്താരുകൾ എന്ന് പറയുന്നത്. അതിന്മേലും കൃഷ്ണകിരീടത്തിൻ്റെ മുകളിൽ നാരുകൾ പോലെ കുറച്ച് കാര്യങ്ങൾ കാണുന്നില്ലേ, അതിനെയാണ് ചെന്താരുകൾ എന്ന് പറയുന്നത്, ചുവന്ന നാരുകൾ. ചുമർപത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകൾ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർപത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. എല്ലാവരും ചെയ്യണം. എല്ലാവരും മാല കോർക്കാം. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. നമുക്ക് ഏതൊക്കെ കവിതകൾ എഴുതാം?